Got my eyes on the prize. Watch me with it and rise. Hey. Watch these bombs that I drop. 'Cause I want it. I want it all. അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തോണ്ട് വികൃതി തുടങ്ങി. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ എന്തേലും ഉണ്ടാക്കട്ടെ. വികൃതി കുട്ടൻ. അപ്പൂ, മോനെ അപ്പൂ, കുറച്ച് വെള്ളം കൊണ്ടാ. അപ്പൂ, അപ്പൂ, അപ്പൂ. മുത്തശ്ശി, 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 എന്ത് പറ്റി മുത്തശ്ശി? മുത്തശ്ശിക്ക് എന്താ പറ്റിയത്? എണീക്ക് മുത്തശ്ശി, മുത്തശ്ശി. അമ്മേ, അമ്മേ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞത് പ്രഷർ കൂടിയതാണെന്നാ. മരുന്ന് കുറിച്ചിട്ടുണ്ട്. അമ്മ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഭേദമായിക്കോളും. വീണത് കാരണം അമ്മയ്ക്ക് അല്പം പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ശരിയായിക്കോളും. ഇതെങ്ങനെയാ സംഭവിച്ചത്? അമ്മ എങ്ങനെയാ വീണത്? ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അമ്മ ഒച്ച വെച്ച് കാണും, നിന്നെ വിളിച്ചു കാണും. എവിടെയായിരുന്നു നീ? അത് ഞാൻ ബാത്റൂമിലായിരുന്നു. അതുകൊണ്ടാവാ ചിലപ്പോ കേക്കാഞ്ഞത്. ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അമ്മ ഒച്ച വെച്ച് കാണും, നിന്നെ വിളിച്ചു കാണും. എവിടെയായിരുന്നു നീ? ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അമ്മ ഒച്ച വെച്ച് കാണും, നിന്നെ വിളിച്ചു കാണും. നീ എവിടെയായിരുന്നു? അത് ഞാൻ ബാത്റൂമിലായിരുന്നു. എന്താണ് ഇതിൽ ഇത്രമാത്രം ഉള്ളത്? ഇത് വയ്ക്കുമ്പോൾ റോഡും വീടും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലാവണില്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണും കാതും റോഡിലായിരിക്കണം. അതാണ് കോമൺ സെൻസ്. വണ്ടിയുടെ അടിയിൽ പെടേണ്ടതായിരുന്നു ഇവൻ. എല്ലാം ഇത് കാരണം. അപ്പോ എന്താണിത്? മോനെ, നീ കാണുന്നില്ലേ മുത്തശ്ശിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും എത്ര വിഷമമായെന്ന്. ചെറിയൊരു സംഭവം നമ്മുടെ മൊത്തം ജീവിതത്തെ തകിടം മറിച്ചു. ജീവിതം അമൂല്യമാണ്. ഒരു നല്ല ആരോഗ്യപൂർണമായ ജീവിതം ഒരു അനുഗ്രഹമാണ്. അതിനെ വിലമതിക്കാൻ പഠിക്കുക. ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത്? റോഡ് ക്രോസ് ചെയ്യുമ്പോഴെങ്കിലും ആ ഫോണൊന്നും ഉപയോഗിക്കാതിരുന്നുകൂടെ? ഹലോ, ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്താൽ ആക്സിഡന്റ് ഉണ്ടാവില്ലേ? കുട്ടികളായാലും മുതിർന്നവരായാലും ആർക്കും സ്വന്തം ജീവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല.
ഇതാരാ മാറ്റുകയാണ്? ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇവനെയൊന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ല. അച്ഛാ അച്ഛാ പ്ലീസ് വണ്ടി നിർത്ത്. എടാ, അവര് കടന്നു പോകും. അച്ഛാ അച്ഛാ അച്ഛൻ എന്താണ് ഈ ചെയ്യുന്നത്? അച്ഛാ പ്ലീസ് വണ്ടി നിർത്ത്. എന്തു പറ്റി? അച്ഛാ അച്ഛൻ ആ വളവിൽ പോലും ഒന്നും നോക്കാതെ വണ്ടി തിരിച്ചു. ഇതിപ്പോ റാഷ് ഡ്രൈവിംഗ്. അച്ഛാ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് ചെറിയൊരു സംഭവം നമ്മുടെ ജീവിതം തകിടം മറിച്ചെന്ന്. ഇപ്പോ അച്ഛൻ ഇപ്രകാരം വണ്ടി ഓടിക്കുന്നത് വഴി എനിക്കും അച്ഛന് വല്ലത് സംഭവിച്ചാൽ അപ്പോ അത് നമ്മുടെ മൊത്തം കുടുംബത്തിന് സഹിക്കേണ്ടി വരില്ലേ? സോറി മോനെ. അച്ഛാ അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തു പറ്റി? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞുപോയി എന്നാണോ? അല്ല അച്ഛാ, അത് ഓ, തോറ്റുപോയി എന്നാണോ? സോറി സോറി, പറയൂ, എന്താ കാര്യം? അച്ഛാ അത് ആ ദിവസം മുത്തശ്ശി വീണെന്ന് അന്നു ഞാൻ ബാത്റൂമിലല്ലായിരുന്നു. ഹെഡ്ഫോണിൽ ഉറക്കെ പാട്ട് കേൾക്കുകയായിരുന്നു. ഞാൻ കാരണമാണ് മുത്തശ്ശിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഞാൻ കുറച്ച് റെസ്പോൺസിബിൾ ആകണമായിരുന്നു. ഐ ആം റിയലി സോറി അച്ഛാ. കം ഹിയർ. ഇവിടെ വരൂ മോനെ. സത്യം പറയുക, സ്വന്തം തെറ്റിൽ നിന്ന് പഠിക്കുക. അതിനേക്കാൾ വലിയതായ ലൈഫിൽ ലെസൺ ഒന്നുമില്ല. നിനക്കത് മനസ്സിലായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓർമ്മയില്ലേ അന്ന് കാറിൽ വെച്ച് നീ എന്റെ തെറ്റിദ്ധരുത്തിയത്? കൂടാതെ ഇന്ന് നിന്റെയും. അതിനാൽ സ്വയം അഭിമാനിക്കൂ, ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നത് പോലെ. വലുതായി നമ്മുടെ മോൻ. മുത്തശ്ശിയുടെ പേരക്കുട്ടി.